Hi, good morning, everybody. Good morning, How are you? Fine. How is your exam? Exam നല്ലതായിരുന്നോ? Yes, good. നമുക്ക് എന്നാ അടുത്ത പാഠം പഠിക്കാം അല്ലേ? Take your textbook. എല്ലാവർക്കും എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയല്ലേ? ഈ ഫുൾ മാർക്ക് ആയിട്ടില്ല, ഇനിയുണ്ടല്ലോ. സാറ് വരുന്നു പറഞ്ഞിട്ടില്ലേ? വീട്ടിലോട്ട് വരുന്നു പറഞ്ഞിട്ടില്ലേ? എന്തിനാ വരുന്നത് സാറ്? നമ്മുടെ ബുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. ബുക്ക് നല്ല കവർ ചെയ്തിട്ടുണ്ടോ, ബുക്കിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ടോ, നമ്മൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ടോ, നന്നായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് സാറ് വരുന്നുണ്ട്. ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണ്ടേ? ഇതുവരെ എഴുതിയതൊക്കെ നല്ല വൃത്തിയായിട്ട്, എഴുതാത്തവരുണ്ടെങ്കിൽ അവരും നല്ല വൃത്തിയായിട്ട് നോട്ട് ബുക്ക് കംപ്ലീറ്റ് ആക്കി വെക്കണം. ബുക്കൊക്കെ നല്ല കവർ ചെയ്ത് വെക്കണം. എന്താ കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് പൊതിയിട്ട് വെക്കണം എന്ന്. നിങ്ങളുടെ പേരൊക്കെ എഴുതണം. അപ്പോഴാണ് നമ്മൾക്ക് 50 out of 50 കിട്ടുക. ഇപ്പൊ 25 കിട്ടിയുള്ളൂ അല്ലേ? ഈ മാസം തന്നെ സാറ് വരുന്നുണ്ട്. ഇപ്പം ബുക്കൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കണം കേട്ടോ. നിങ്ങളുടെ ബുക്കൊക്കെ അടുക്കി വെക്കണം. നിങ്ങൾ എവിടെയാ ഇരിക്കുന്ന വെച്ചാൽ അവിടെയൊക്കെ നല്ല നീറ്റ് ആയിട്ട് ഉണ്ടാവണം. വാരി വലിച്ചിടാതെ. ബുക്കിലൊന്നും കുത്തി വരച്ചിടാൻ പാടില്ല. ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഫുൾ മാർക്കും മേടിക്കണ്ടേ? നല്ല കുട്ടിയാന്ന് പറയണ്ടേ? ഓക്കെ. അപ്പൊ ഇന്ന് മുതൽ ശ്രദ്ധിക്കണം. മടിയുള്ളവരൊക്കെ മടിയൊക്കെ മാറ്റിയിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യണം. ബുക്കൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കണം. ഓക്കെ, നമുക്ക് പഠിക്കാം. എവിടെ വരെ നമ്മൾ പഠിച്ചത്? സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങള് ക, ഖ, ഗ, ഘ, ങ വരെ പഠിച്ചു അല്ലേ? അതെ. നെക്സ്റ്റ് പേജ്. ഇത് ക മുതൽ ഒന്നുകൂടെ വായിച്ചിട്ട് പോവാം. ക സെ കബൂത്തർ, ഖ സെ ഖർഗോശ്, ഗ സെ ഗമല, ഖ സെ ഖർ. ലാസ്റ്റ് ഒരു അക്ഷരം ഉണ്ടല്ലേ, ങ. ആ അക്ഷരം നിങ്ങൾ തൊട്ട് വായിക്കണം. ഇതെങ്ങനെയാ വായിക്കുക? ക, ഖ, ഗ, ഘ, ങ. വൺസ് മോർ. ക, ഖ, ഗ, ഘ, ങ. എങ്ങനെയാ വായിക്കേണ്ടത്? ക, ഖ, ഗ, ഘ, ങ. ക സെ കബൂത്തർ, ഖ സെ ഖർഗോശ്, ഗ സെ ഗമല, ഖ സെ ഖർ. ലാസ്റ്റ് താഴെ ഒരു അക്ഷരം ഉണ്ടല്ലേ, ങ. നെക്സ്റ്റ് പേജ്. നമ്മൾ പഠിച്ചില്ലല്ലോ. നമ്മള് ഇന്ന് തുടങ്ങുവാണ്. അവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഡേറ്റ് ഇടണം. ഇന്നത്തെ 12/8/2020. പെൻസിൽ എടുത്തിട്ട് ആ ബുക്കിന്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ മുകളില് ഡേറ്റ് ഇടുക. ഇന്നത്തെ നിങ്ങൾ തന്നെ എഴുതിക്കോ. നിങ്ങൾ ഡേറ്റ് ഇടാൻ പഠിക്കട്ടെ. 12 എന്ന് എഴുതാൻ അറിയില്ല? നമ്മൾക്ക് അറിയാം. 12 ഹൈഫൺ ഇടുക, 8 എഴുതുക. 8 എന്താ? നമ്മുടെ മാസം അല്ലെ, ഓഗസ്റ്റ്. 8 ഹൈഫൺ ഇയർ എഴുതാൻ പഠിച്ചോ ഇന്ന് മുതല്? നമ്മൾ ഡേറ്റ് എഴുതാൻ ഇന്ന് പഠിച്ചു അല്ലേ? ഓക്കെ, പെൻസിൽ താഴെ വെച്ചോ. ഐഫോണിക്ക് എന്താ അതിൽ നിന്ന് ഡൗട്ട് വന്നത്?
ടെക്സ്റ്റ് ബുക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഏതാ? ആ സൈഡില് മുകളില്. ഓക്കെ, ഫിംഗർ വെച്ച് തൊട്ട് വായിക്കണം കേട്ടോ. ഫസ്റ്റ് ആദ്യത്തെ അക്ഷരം ച. ഏതാ അക്ഷരം? ച. ച സേ ചർക്ക. എന്താ ചർക്ക എന്ന് പറഞ്ഞാല്? ചക്കയാണോ? സ്പിന്നിങ് വീൽ, ചർക്ക. ച സേ ചർക്ക. സ്പിന്നിങ് വീൽ എന്ന് പറഞ്ഞാൽ എന്താ? നൂല് നൂൽക്കുന്ന യന്ത്രം അല്ലേ? നമ്മുടെ ഗാന്ധിജിയുടെ ഫോട്ടോന്റെ കൂടെ ഈ സ്പിന്നിങ് വീല് കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഉണ്ട്. ഗാന്ധിജി സ്വന്തം ചർക്കയിലാണ് നൂല് നെയ്ത് ഇത് ഡ്രസ് ഉണ്ടാക്കുന്നത്, തുണി നെയ്യുന്നത്. സ്വന്തമായിട്ട് തുണിയൊക്കെ നെയ്തെടുത്താണ് ഗാന്ധിജി. എന്താ റിച്ചാർഡിന് സംശയം? ഗാന്ധിജി ആരാന്നാണ് ചോദിക്കുന്നേ? അല്ല. ഗാന്ധിജി സ്വന്തം ചർക്കയില് നൂല് നെയ്ത് തുണി ഉണ്ടാക്കിയാണ് ഉപയോഗിച്ചിരുന്നതെന്നാ പറയുന്നത്. ചർക്ക, സ്പിന്നിങ് വീൽ, നൂല് നൂൽക്കുന്ന യന്ത്രം. നെക്സ്റ്റ് നോക്കിയോ, ഛ. ഛ സേ ഛത്ത്. എന്താ ഛത്ത് എന്ന് പറഞ്ഞാല്? റൂഫ്, മേൽക്കൂര. നമ്മുടെ വീടിന്റെ മേൽക്കൂരയില്ലേ, അതാണ് റൂഫ്. എല്ലാവരും പറയണം, ഛ സേ ചർക്ക, ഛ സേ ഛത്ത്. Once more, ഛ സേ ചർക്ക, ഛ സേ ഛത്ത്. ഛ സേ ചർക്ക ഇപ്പൊ തന്നെ പഠിക്കുവാണ് നമ്മള്. ഛ സേ ചർക്ക, ഛ സേ ഛത്ത്. ഛ എന്ന് പറയുമ്പോ കുറച്ച് ഉറപ്പില് പറയണം, നമ്മള് സ്ട്രെസ് കൊടുത്തിട്ട് പറയണം. ഛ. ആദ്യത്തെ അക്ഷരം ച, രണ്ടാമത്തെ അക്ഷരം ഛ. പല്ലൊക്കെ തെറിച്ചു പോവല്ലോ കേട്ടോ. ഛ. ഛ സേ ഛത്ത്. Once more, ഛ സേ ചർക്ക, ഛ സേ ഛത്ത്. ഓക്കെ, ചർക്കയുടെ ഇംഗ്ലീഷ് വേർഡാണ് ഈ പഠിക്കുന്നത്. ചർക്ക, സ്പിന്നിങ് വീൽ. പറഞ്ഞു പഠിക്കേ. ചർക്ക, സ്പിന്നിങ് വീൽ. ചർക്ക, സ്പിന്നിങ് വീൽ. ഇപ്പൊ പറഞ്ഞു പഠിച്ചാലേ കിട്ടുള്ളൂ. പിന്നെ എക്സാമിന്റെ സമയത്ത് മിസ് ഇതെനിക്കിത് വായിച്ചു തരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരില്ല. ഇനി ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ചെയ്തു. ഇപ്രാവശ്യം എക്സാമിന് മിസ് ഇതെനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല, ഒന്ന് വായിച്ചു തരുമോ വെച്ചിട്ട് വിളിച്ചവരുണ്ട്. അത് പറ്റില്ല. ഇനി ഇപ്പൊ ക്ലാസ് തന്നെ വായിച്ചു പഠിക്കണം. വായനക്കാണ്ടിരുന്നാ പഠിക്കില്ല, മിണ്ടാതിരുന്നാ നിങ്ങൾ പഠിക്കില്ല. ഒച്ചത്തിൽ ഉറക്കെ വായിച്ചു പഠിക്കണം. ചർക്ക, സ്പിന്നിങ് വീൽ. ഛ സേ ചർക്ക, ചർക്ക, സ്പിന്നിങ് വീൽ. ഛ സേ ഛത്ത്, ഛത്ത് റൂഫ്. ഛത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റൂഫ്. ഛ സേ ഛത്ത്, ഛത്ത് റൂഫ്. ഓക്കെ, നെക്സ്റ്റ് ജ. ജ സേ ജഗ്. ഈസി അല്ലേ? ജഗ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് തന്നെ. ജഗ്. ജഗ്ഗില്ലേ? എല്ലാവരുടെ വീട്ടിലും ഇല്ലേ? ആരുടെ വീട്ടിലാ ജഗ് ഇല്ലാത്തത്? നോക്കട്ടെ. എല്ലാവരുടെ വീട്ടിലും ജഗ് ഉണ്ടാവും അല്ലെ? ഉണ്ട്. അതിനയുടെ വീട്ടിൽ ജഗ്ഗില്ലേ? ഇല്ലാത്തവരെയാ ചോദിച്ചത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. എന്തിനാ നമുക്ക് ജഗ്? ചോറ് വെക്കാനാ? അല്ല, വെള്ളം ഒഴിക്കാൻ അല്ലെ? അതെ. ജ. ജ സേ ജഗ്. ജഗ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡും ജഗ് തന്നെ. ഈസി ആയില്ലേ ഒരു വേർഡ്? ജ സേ ജഗ്, ജഗ്. നെക്സ്റ്റ് ഛ. നല്ല ഉറപ്പില് പറഞ്ഞേ. ഛ. ഛ.
ഛ സേ ഝർന. ഛ സേ ഝർന. എന്താ ഝർന എന്ന് പറഞ്ഞാല്? സ്പ്രിംഗ്. നമ്മള് വെള്ളച്ചാട്ടം കണ്ടോ ഇവിടെ? വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നേ, വെള്ളച്ചാട്ടം. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ മഴ പെയ്ത പിന്നെ ഇവിടെ തോട്ടിന്റെ അടുത്തൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടോ? ആരുടെ വീടിന്റെ അടുത്തുണ്ട് വെള്ളച്ചാട്ടം ഉള്ളവര്? ആദ്യത്തിന്റെ വിശേഷം കേൾക്കട്ടെ. എവിടെയാണ് ആദ്യത്തെ പറഞ്ഞ മോനെ? കൊച്ചമ്മയുടെ അടുത്തുണ്ട്. അതെയോ? കളിക്കാൻ പോവോ അവിടെ? വെള്ളത്തിൽ അങ്ങനെ പോണ്ട കേട്ടോ. കാണാൻ നല്ല രസമാ അല്ലേ? വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമാ. അതെ. ഇടയ്ക്ക് ഓരോരുത്തർ വിളിക്കും മിസ്സേ. എല്ലാരും വിളിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്നില്ല. ഓരോരുത്തർ വിളിക്കാം. എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാ മിസ് വിളിക്കുന്നത്. വിളിക്കാത്തവര് വിഷമിക്കണ്ട. അപ്പൊ ഝർന. ഝർന എന്ന് പറയുമ്പോ വായിൽ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ വെള്ളം പോകുന്നുണ്ടോ? അലൻ ജോസഫിന്റെ പല്ല് പോയെന്ന് തോന്നല്ലോ. എന്ന് പറഞ്ഞിട്ടാണോ മോനെ? ഝർന. ഉറപ്പിച്ച് പറഞ്ഞേ, ഝർന. ഇവിടെ ജൽവ ഫാത്തിമയുടെയും പല്ല് പോയിട്ടുണ്ട് ഝർന എന്ന് പറഞ്ഞപ്പോ. ഝർന എന്ന് പറഞ്ഞ എന്താ? സ്പ്രിങ്. ഐഫോനിക്കും ഇല്ലേ പല്ല്? ഇപ്പൊ പോയതാണോ? ഇപ്പൊ പറഞ്ഞപ്പോ പോയതാണോ? അല്ല, നേരത്തെ പോയതാന്ന്. ഭാഗ്യം അല്ലെ? മിസ്സിനെ പറയും. മിസ് ഉറക്കെ പറയാൻ പറഞ്ഞിട്ടില്ല എന്റെ പല്ല് തെറിച്ചു പോയെന്ന്. ഝർന. ഉറപ്പിച്ച് പറഞ്ഞേ, ഝർന സ്പ്രിംഗ്. ഓക്കെ, ഒന്നിച്ച് വായിക്കാതെ. ചർക്ക, छत, जा से जग, छ से झरना. Once more. चा से चरखा, छा से छत, जा से जग, छा से झरना. ഞാൻ ഇംഗ്ലീഷ് വഴി കൂടെ പഠിക്കണ്ടേ നമുക്ക്? ചർക്ക, സ്പിന്നിങ് വീൽ. छत, roof. जग, जग. झरना, spring. Okay, good. ഒന്നുകൂടെ പറഞ്ഞുതരാം ഹിന്ദി വേർഡ്. चा से चरखा, छा से छत, जा से जग, छा से झरना. Okay, then take your last ഒരു അക്ഷരം കൂടി ഉണ്ടല്ലേ? ലാസ്റ്റ് ഞായ ഉണ്ടല്ലേ? എങ്ങനെയാ അത് വായിക്കാം? ച, ഛ, ജ, ഛ, ഞ. ച, ഛ, ജ, ഛ, ഞ. Okay, then take your notebook. Take your notebook. And pencil. Okay. എല്ലാവരും ഇന്നത്തെ ഡേറ്റ് ഇടുക. എന്നിട്ട് നോട്ട് ബുക്കിന്റെ ഫസ്റ്റ് ലൈനില് ച, ഛ, ജ, ഛ, ഞ. വ്യഞ്ജനാക്ഷരം
ച ഛ ജ ഛ ഞ. എഴുതിക്കോ. ഫസ്റ്റ് ലൈനിൽ എഴുതുക. വിട്ട് വിട്ട് എഴുതണം. റൈറ്റ് 3 times. ഇപ്പം ഫസ്റ്റ് ലൈനിൽ മാത്രം എഴുതുക. നിങ്ങൾ അവിടെ 3 പ്രാവശ്യം എഴുതണം. ഓക്കെ. അവിടെ 2 ലൈൻ വിടുക. അത് എഴുതി കഴിഞ്ഞ ശേഷം 2 ലൈൻ വിട്ടിട്ട് അതിന്റെ താഴെ നിങ്ങൾ ഇനി ഇത് എഴുതണം. എങ്ങനെ എഴുതുക? ച സെ ചർക്ക എഴുതി പഠിക്കണം. നിയാദാസ് പ്ലീസ് അൺമ്യൂട്ട്. എഴുതിയിട്ടുണ്ടായിരുന്നു അത്. എഴുതിയോ? ഇത് എഴുതിയായിരുന്നോ നോട്ട് ബുക്കില്? ആരുടെ സൗണ്ട് ക്ലിയർ ഇല്ലല്ലോ. എല്ലാരും ഇത് എഴുതിയിട്ടുണ്ടോ നോട്ട് ബുക്കില്? അൻവിത പ്ലീസ് അൺമ്യൂട്ട്. എഴുതി. അത് എവിടം വരെ എഴുതിയൊന്ന് വായിച്ചേ നോട്ട് ബുക്ക്. ചർക്ക എഴുതി. ചർക്കാന്ന് മാത്രമേ എഴുതിയുള്ളോ? ചർക്ക സ്പിന്നിംഗ് വീൽ എഴുതി. പിന്നെ വേറെന്താ എഴുതിയത് അവിടെ? വേറെ ഒന്നും എഴുതിയില്ല. എഴുതി അല്ലേ? നിയാദാസ് നിയ അമ്മ പോയോ? ഒന്ന് സംസാരിച്ച്. ആന്നപ്പോ അതില് നമ്മൾ ആ പേജില് 3 times ചാച്ച ചാച്ചനാണ് എഴുതിയത്. 3 പ്രാവശ്യവും പിന്നെ ചർക്കാനും പിന്നെ അതിന്റെ ഇംഗ്ലീഷും മൊത്തം 6 times. അത് എഴുതി അല്ലേ? ഓക്കെ. അതെല്ലാരും എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പേജില് ഇത് എഴുതിക്കോ. എന്നാലും ജാ സേ ഛത് ഛ സേ ഛത് അല്ലേ? വേണ്ട, അവിടെ ആ പേജിൽ അത് അവിടെ കിടന്നോട്ടെ. നമുക്ക് ഒന്നിച്ച് തന്നെ ആ പേജിൽ എഴുതുന്നതാണ് ഭംഗി. ചാ സേ ചർക്ക എന്ന് ഒരു പ്രാവശ്യം എഴുതുക. നെക്സ്റ്റ് പേജില് ചാ സേ ചർക്ക. നിങ്ങൾ നടുക്കൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കും, അല്ലെങ്കിൽ താഴെ ഒരു 3 times വെച്ച് എഴുതിയാൽ മതി. 4 വേർഡ്സും 4 അക്ഷരങ്ങളും 3 times വെച്ച് എഴുതിയാൽ മതി. ലൈൻ വരയ്ക്കണമെന്നില്ല. ആദ്യം ചാ സേ ചർക്ക എന്ന് എഴുതുക. 3 times എഴുതുക. അതിന്റെ താഴെ ചാ സേ ഛത്ത്. അതിന്റെ ഇംഗ്ലീഷ് വേർഡും കൂടെ സൈഡിൽ എഴുതിക്കോ. എങ്ങനെ എഴുതണ്ടെന്നറിയോ? പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം എഴുതിക്കോ. ഇവിടെ ചാ എഴുത്. റൈറ്റ്, ചാ. ഐഫുന എന്ത് പറ്റി? ഇത് മിസ് പറഞ്ഞിട്ടാണോ നിങ്ങൾ എഴുതുന്നത്? എടുത്തത് 29-ാം തീയതി ആണോ? എഴുതാൻ പറഞ്ഞിട്ടുണ്ടായി. പോസ്റ്റ് ചെയ്യാനും പറഞ്ഞു. അപ്പൊ ചർണ വരെ എഴുതിയിട്ടുണ്ടോ? 29-ാം തീയതി ഇത് എടുത്തതാണ് ആ പേജ്. അതിപ്പോ ഇത് എഴുതാത്തവര് കുറെ പേരുണ്ടല്ലോ. അത് 29-ാം തീയതി എടുത്തിട്ട് അവിടെ ഡേറ്റ് ഇടാനും പറഞ്ഞതാ മിസ്. അതെ, മിസ് ഡേറ്റ് ഇട്ടില്ല, അതാ പറ്റിയത്. അപ്പൊ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതാത്തവർ എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ് എഴുതാത്തവര് ഇത് നമ്മൾ കാക്ക കാക്കങ്ങ എങ്ങനെ എഴുതിയത് അതുപോലെ ഇതും എഴുതണം. അപ്പം ടീച്ചർ അതെ. അപ്പൊ നിയ എങ്ങനെ എഴുതിയത്? ടീച്ചർ പറഞ്ഞ പോലെ അല്ലേ എഴുതിയത്? ഐഫൂന ഇപ്പൊ ചാസെ ചർക്കാന്ന് ഒരു പേജിലാ ഒരെണ്ണം എഴുത്തുന്നുള്ള മിസ്. അല്ലല്ല, 29-ാം തീയതി ഹോംവർക്ക് ആയിരുന്നു അത്. ആ പേജ് ഫുള്ളും 3 times എഴുതാനായിരിക്കൂലേ തന്നിട്ടുണ്ടാവുക? അങ്ങനെ തന്നെ.
അങ്ങനെ തന്നെയാണ്. അതപ്പം നിങ്ങള് പകുതി പേരും പലതരത്തിലാ എഴുതുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് നിങ്ങൾ എങ്ങനെയാ, ഞാൻ കാസേ കാറ്റു ഞാ വരെയുള്ളത് എങ്ങനെയാ എഴുതാൻ പറഞ്ഞത്? ആദ്യം കാ ഖ ഗ ഖ ങ എഴുതി 3 ടൈംസ് എഴുതി. അതിന്റെ താഴെ കാസേ കബൂത്തർ ഒരു 3 ടൈംസ് എഴുതാൻ പറഞ്ഞു. അങ്ങനെയല്ലേ നിങ്ങൾ എഴുതിയത്? എന്നിട്ട് കബൂത്തർ പീജിയൻ ആ പേജിൽ അങ്ങനെയാണോ എഴുതിയത്? ഒരു പേജിൽ തന്നെ 4 വേർഡ്സ് എഴുതുവാണോ ഇത്? ഫസ്റ്റ് ആ 4 അക്ഷരങ്ങളും എഴുതി ടൈംസ്. എന്നിട്ട് അത് 4ഉം എഴുതി. 4 വേർഡും അതിന്റെ ഇംഗ്ലീഷ് വേർഡല്ലോ. അങ്ങനെയാണ് എഴുതിയത് അല്ലേ? ഞാനത് നോക്കട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ അത് എഴുതണ്ട. ജസ്റ്റ് നമുക്ക് ഒന്ന് വായിച്ചു പഠിക്കാം. ചാച്ച ചാച്ചഞ്ഞ എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഹോംവർക്ക് എന്താ എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എത്ര പേര് എഴുതിയിട്ടുണ്ട്? കൺഫ്യൂഷൻ ആയല്ലോ ഇപ്പൊ അത്. റിച്ചാർഡ്, ജോബിൻ ജോയൽ ഉണ്ടോ? ജിയ റോസ്, റിച്ചാർഡ് പ്ലീസ് അൺമ്യൂട്ട്. ഇല്ല ജിയ, ജിയ പ്ലീസ് അൺമ്യൂട്ട്. റിച്ചാർഡ് അൺമ്യൂട്ട്. ഒന്ന് ചോദിക്കട്ടെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ജിയ റോസ് അൺമ്യൂട്ട്. 2 പേരെ വിളിക്കുന്നുണ്ട്. റിച്ചാർഡ് ചർക്ക മാത്രമേ എഴുതിയുള്ളൂ. ടീച്ചറെ ചർക്ക മാത്രമേ എഴുതിപ്പിച്ചുള്ളൂ, വേറെയൊന്നും എഴുതിപ്പിച്ചിട്ടില്ല. ഇല്ല. പിന്നെ ഐഫൂനി എങ്ങനെയാ ഇത് ഫുൾ എഴുതിയത്? അത് മാത്രമേ എഴുതിച്ചുള്ളൂ, ചർക്ക മാത്രം. റിച്ചാർഡും ജിയ റോസും എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നവരാണ് അല്ലേ? അതെ അതെ. ഐഫൂനി അറ്റൻഡ് ചെയ്യുന്നതാണല്ലോ. ചർക്ക മാത്രമേ എഴുതിയുള്ളൂ ടീച്ചറെ. ചർക്കാന്ന് മാത്രമേ എഴുതി കാണുള്ളൂ ആയിരിക്കും. എന്നാലും അങ്ങനെ ഞാൻ ഒന്നിച്ചാ വേർഡ്സ് കൊടുക്കാറില്ല. നിയാദാസും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? യെസ്, ഓക്കെ. അപ്പം ഇനി ആരാണ്? അലൻ ജോസഫ്. ചോദിക്കട്ടെ എല്ലാവരോടും ഒന്ന്. അലൻ ജോസഫ് എങ്ങനെ എഴുതിയിരിക്കുന്ന മോനെ? അലൻ പ്ലീസ് അൺമ്യൂട്ട്. അലൻ. അയാൻ വിജേഷ്. അയാൻ വിജേഷും അലനും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അലൻ ജോസഫ് പ്ലീസ് അൺമ്യൂട്ട്. അലൻ. അയാൻ വിജേഷ് മോൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? എവിടം വരെ എഴുതി? ടീച്ചർ 29-ാം തീയതി ചാച്ച ചാച്ച എഴുതിപ്പിച്ചു. അത് കഴിഞ്ഞ് ചെറുക്കാന്നില്ലാതെ ഇംഗ്ലീഷ് വേർഡ് വരെ എഴുതിപ്പിച്ചു. അതേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു. അലൻ ജോസഫും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നേ? ഓക്കെ, പറഞ്ഞോളൂ. അലന്റെ അമ്മയാണോ സംസാരിക്കുന്നേ? ഞാൻ 4 തവണ എഴുതിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ചർക്ക 4 തവണ എഴുതി. ചർക്കയുടെ ഇംഗ്ലീഷ് വേർഡ് സ്പെല്ലിംഗ് ചെയ്ത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ തന്നെയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഐഫൂന് എന്താ ഇത് നേരത്തെ എഴുതിയത്? ഐഫൂന ടീച്ചറിനെ കൺഫ്യൂഷൻ ആക്കി. ഐഫൂന മിസ് പറയുന്നതിന് മുമ്പേ എഴുതണ്ട കേട്ടോ. നമ്മൾ ഒന്നിച്ച് കൂടുതൽ കൂട്ടി പഠിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഒരു 2 വേർഡ്സ് ഒക്കെ തരുള്ളൂ ഒരു ക്ലാസ്സിൽ. അത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ഒന്നിച്ച് ലാസ്റ്റ് ഒന്നിച്ച് പഠിക്കാം. എങ്ങനെയാ എഴുതേണ്ടത് ആദ്യം? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നോട്ട് ബുക്ക് എടുത്തോ. ഇന്നത്തെ ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ എഴുതിക്കോ. ചാച്ച. നമ്മൾക്ക് ഈ അക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങൾ കൂടുതൽ പഠിക്കാൻ എളുപ്പ. ചാച്ച ചാച്ച ഫസ്റ്റ് ലൈൻ എഴുതുക. 3 ടൈംസ് എഴുതിക്കോ. കുഴപ്പമില്ല, എഴുതി പഠിക്കാം. ചാച്ച ചാച്ച 3 ടൈംസ് എഴുതുക. അതിന്റെ താഴെ ച എഴുതുക. 3 ലൈൻസിന്റെ താഴെ അക്ഷരം ഈ ച എഴുതുക. ഹൈഫൺ ഇടുക. ചത്ത് ഹിന്ദി വേർഡ് എഴുതുക. ച ഹൈഫൺ ചത്ത്. ഇങ്ങനെ തന്നെ എഴുതണം. ഇനി ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം കറക്റ്റ് ചെയ്യാൻ ഇടവരുത്തരുത്. ച എഴുതുക, ഹൈഫൺ ഇടുക, ചത്ത്. ആ ഒരു പേജിൽ ആ ഒരു കാര്യം മാത്രം മതി. ആ ഒരു വേർഡ്സ് ചത്ത്. അത് 3 ടൈംസ് എഴുതുക. അതിന്റെ താഴെ ചത്ത് ഹൈഫൺ റൂഫ് അങ്ങനെ എഴുതണം.
ആ പേജിൽ വേറെ ഒരു അക്ഷരവും വേണ്ട, വാക്കുകളും വേണ്ട. ച ഹൈഫൺ ആദ്യത്തെ ലൈനിൽ ചാ ചാ ജാ ചാ ഞാ എഴുതുക. 3 times എഴുതുക. അതിന്റെ താഴെ ഛത്ത് ച ഹൈഫൺ ഛത്ത് എന്ന് എഴുതുക 3 times. അതിന്റെ താഴെ ഛത്ത് ഇംഗ്ലീഷ് വേർഡ്, ഛത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് ഛത്ത് ഹൈഫൺ റൂഫ്. ഓക്കെ, ക്ലോസ് യുവർ നോട്ട് ബുക്ക്. ഹോംവർക്ക് ചെയ്യാം കേട്ടോ. എടുക്കട്ടെ. അശ്വിനി, സാവിയോ ജോ, ഫാത്തിമ കെ എം, അലൻ ജോസഫ്, നിയാദാസ്, അയാൻ വിജേഷ്, ജൽവ ഫാത്തിമ, അമൻ മാധവ്, അധീന സുനിൽകുമാർ, ഏബൽ മാത്യു, ആദി തനു, റസീൻ കെ, ആയിഷത്ത് സ്ലാഹ, ഐഫുന, ദേവാങ്, ബിയോണ, അൻവിത, നൈല, ആദിത്യൻ, ദേവർഷ, നിവേദ്യ, റിച്ചാർഡ്, നീലാഞ്ചന, ജിയ റോസ്, ഇർഷാദ്, മിക്താദ്, നസ മറിയം, ഫാത്തിമത്ത്, ജുമാന, അനാമിക, ഷഹബറ, റയാനെ വിളിച്ചില്ലേ? വിളിച്ചു. ജോവിൻ, ജോയൽ, ഹാദിയ, അഫ്രാസ്, ദേവാനന്ദ്, റസീൻ യൂസഫ്. ഇനി ആരുടെ പേര് വിളിക്കാത്തവരുണ്ടോ? അറ്റൻഡൻസ് എടുക്കാത്തവരുണ്ടോ? ആദ്യനെ വിളിച്ചു മോളെ, വിളിച്ചു. ദേശത്തിനൊക്കെ വിളിച്ചു. ദേവാനന്ദ്, please on your video. ഹാദി ഹൈദർ. ഇനി ആരാണ് വിളിക്കാത്തത്? അമൃത, അനാമികനെ വിളിച്ചു. അമൃതനെ വിളിച്ചു മോളെ. ആൻഡ്രൂസ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. നൈല സക്കീർ. ഓക്കെ, എല്ലാരും വിളിച്ചില്ലേ? ഇനി ആരാണ് വിളിക്കാത്തത്? എന്താ ഹാദി, ഹാദിയ, any doubt for you? Please unmute.
മിസ്സേ ആ നോട്ട് എഴുതേണ്ടത് ഒന്ന് പറഞ്ഞു എങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞ ഞാൻ ഒരു മിനിറ്റ് മാറി അതൊന്നും മനസ്സിലായില്ല. നോട്ട് എഴുതാൻ പറഞ്ഞത് പെട്ടെന്ന് കേട്ടോ. ടൈം ചാ ചാ ജാ ചാ ഞാ. നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സില് ചാ 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 3 ടൈംസ് എഴുതി. അതിന്റെ താഴെ ചർക്ക സ്പിന്നിങ് വീൽ എഴുതിയില്ലേ? ആ എഴുതി. ചാ ഹൈഫൺ ചർക്ക എന്നല്ലേ ആദ്യം എഴുതിയത്? അതെ. അത് കഴിഞ്ഞിട്ട് ചർക്ക അതിന്റെ ഇംഗ്ലീഷ് വേർഡ് സ്പിന്നിങ് വീൽ അല്ലേ? ആ അതും എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് പേജിലത്തെയാണ് ഇന്നത്തെ എഴുതുക. അതായത് വീണ്ടും ചാച്ചാ ചാച്ചെന്ന് എഴുതിക്കോ. നമ്മൾ നല്ല പഠിച്ചോളൂ അക്ഷരങ്ങള്. ചാച്ചാ ചാച്ചനെ 3 ടൈംസ് എഴുതുക. അതിന്റെ താഴെ ചാ രണ്ടാമത്തെ അക്ഷരമാണ് ചാ എഴുതുക, ഹൈഫൺ ഇടുക, ചത്ത് ചായുടെ ഹിന്ദി വേർഡ്. അത് 3 ടൈംസ് എഴുതുക. അതിന്റെ താഴെ ചത്ത് ഹൈഫൺ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് റൂഫ്. ഓക്കെ അങ്ങനെയാണ് എഴുതേണ്ടത്. ആരാണ് കൈ ഉയർന്നത്? 2 പേജ് ഉള്ളതുകൊണ്ട് മനസ്സിലാവില്ല. മുഹമ്മദ് മുബ്ദാസ് പ്ലീസ് അൺമ്യൂട്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പീരീഡ് വരുന്നില്ലേ? അക്ഷരദീപ് എടുത്തു വെക്കണം കേട്ടോ. മുബ്ദാസ് പ്ലീസ് അൺമ്യൂട്ട്. എടുത്തു മോനെ, പേരെഴുതിയിട്ടുണ്ട് മുബ്ദാസിന്റെ. വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങക്ക്? ഇല്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? ഓക്കെ ബൈ, സി യു നെക്സ്റ്റ് പീരീഡ്.